ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സ്മിഹൻ എന്നത് ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നത് കുറേ ആയി, 1 ഇയർ ആയി ഇപ്പം നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോ ഇടാനായിട്ട് കണ്ടൻറ്റുകളില്ല, പിന്നെ സമയമില്ല, വീഡിയോ ഇടാനുള്ള സമയമില്ല കേട്ടോ. പിന്നെ എഡിറ്റ് ചെയ്യാനും ഒന്നിനുമുള്ള സമയമില്ല, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാഞ്ഞത്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ലീവാണ്, അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ മാത്രം ഒന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് വീഡിയോ എടുക്കാനായിട്ട്. ഞാൻ വിചാരിച്ചു എന്തായാലും ചുമ്മാ ഇരിക്കുവാണ്, അപ്പോൾ എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് വീഡിയോ എടുക്കണേ കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ ഇരിക്കുമായിരുന്നേ. അപ്പോൾ നമ്മളെ നെല്ലിപ്പുളിയിൽ നിറയെ നെല്ലിപ്പുളി ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാറ്റത്തൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്. അപ്പോൾ ഞാനെന്താ കുറച്ച് പറക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം കൊണ്ട് വന്നതാണ് കേട്ടോ. പറക്കാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ, 1-2 ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നിറയെ പുളി ഉണ്ട് കേട്ടോ, നിറയെ ഉണ്ടേ കാട്ടിത്തരാം, അതുകൊണ്ട് ക്ലിയർ ആവില്ല കേട്ടോ. ഇതാട്ടോ നമ്മളെ നെല്ലിപ്പുളി മരം, നിറയെ ഉണ്ട് കേട്ടോ, നിറയെ ഉണ്ട്, കാട്ടിത്തരാം. കണ്ടോ, ആ കൊല കാണുന്ന മൊത്തം നമ്മളെ നെല്ലിപ്പുളിയാണ്, അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഓരോന്നുണ്ട്, കുട്ടി നെല്ലിപ്പുളിയാണ്. ഇത് ശരിക്കും ആയിട്ടില്ല കേട്ടോ, ഇനിയും അത് വലുതാവാനുണ്ട്, ചെറുതാണ്. നല്ല പുളിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ പുളിയുണ്ടായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അത് ഫസ്റ്റ് ആയിട്ടുണ്ടായതാണ്. ഇതിപ്പോൾ 2ാം തവണ ഉണ്ടായേക്കണേ കേട്ടോ. അറിയണ്ടേ, ഇങ്ങനെ നിലത്ത് കുറേ ഇങ്ങനെ കൊഴിഞ്ഞെടുക്കുന്നുണ്ടേ, അപ്പോൾ പറക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഉണ്ടാവണത്തിൽ പകുതി മുക്കാലിങ്ങനെ വീഴും. ഇതൊക്കെ ചള്ള, ഇതൊക്കെ ചെറുതാണ്. ഇതൊക്കെ ആവണുള്ളൂ കേട്ടോ, ഇത്ര അല്ല കേട്ടോ, ഇതിനും നല്ല വലിപ്പമാവും ഈ പുളി. ഇതിപ്പോൾ അത്യാവശ്യം ആയിട്ടില്ല, മൂത്തിട്ടില്ല. സ്റ്റെപ്പുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് പാത്രം വെച്ചേക്കാണേ. ഒരു കൊമ്പ് അവിടെ ചാഞ്ഞ് കിടക്കുന്ന പൈസ, കൊമ്പിലൊക്കെ നിറയെ ഉണ്ടാവേ. ഇത് അയിനിച്ചക്കയുടെ മരമാണ്, കുറേ അയക്കണം. പൂവുണ്ടാവും, കൊഴിയും, പൂടും കൊഴിയും. ഇത് തന്നെ ഇതുവരെ ഇതുമ്പോൾ ഒരു കായ ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. കണ്ട, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇങ്ങനെ പൂവുണ്ടാവും, എന്നിട്ടിതാ കരിയും. എന്താണാവോ ഇത് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയില്ല. ഇതുവരെ കായൊന്നും ഇതും ഉണ്ടായിട്ടില്ല. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പൂവ്, കണ്ട കുറേ പൂവുണ്ട്. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള പഴമാട്ടോ, നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. പക്ഷെ ഉണ്ടാവില്ല. കണ്ട, പണ്ടില്ലേ ഗൈസ്, ഞാനും എൻ്റെ കസിനും കൂടെ കുറേ നെല്ലിപ്പുളി പറക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ ഒരു വീട് ഉണ്ട്, അവിടെ നിറയെ പുളി ഉണ്ടാവും, നിറയെ പുളി ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പാത്രം കവറും കൊണ്ട് ഞങ്ങൾ കുറേ പറക്കാൻ വേണ്ടി പോകും. ഇടയ്ക്ക് അവിടെ നിന്ന് ചീത്തൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് പൊട്ടപ്പുളിയില്ലേ, അതായത് നന്നായി പഴുത്ത് കേടായ പോലത്തെ പുളി, അതുവരെ ഞങ്ങൾ പറക്കി കൊണ്ടുവന്നിട്ട് മുളകൊക്കെ ഇട്ട് തിന്നും. നല്ല ഇഷ്ടമാണ് പുളി. അപ്പോൾ ഇപ്പം നമ്മൾ വീട്ടിലുണ്ടായി നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷം. നമ്മൾ അന്ന് കുറേ കട്ടിട്ടും ചീത്ത കേട്ടിട്ടൊക്കെ പറിച്ച സാധനം ഇന്ന് നമ്മളെ വീടിൻ്റെ മുറ്റത്ത് ഇത്രയും നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷേ ഇത് പൊട്ടിക്കാനും മുച്ച സമയക്കില്ല, വേറെ കാര്യം. ഇപ്രാവശ്യം നമ്മൾ കുറച്ചൊക്കെ ഉപ്പിലിട്ട്, കുറേ പുളി ഉണ്ടായപ്പോൾ ഉപ്പിലൊക്കെ ഇട്ട്, ഇപ്രാവശ്യം ശരിക്കും ഉണ്ടായി വരുന്നുള്ളൂ. മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിലൊക്കെ ഇടാം, നല്ല ടേസ്റ്റാണ്. പിന്നെന്താ,
ഇത് നിലത്ത് വീഴുമ്പോൾ പറക്കാൻ ഞങ്ങൾ കുറേ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും പുളി എനിക്ക് കിട്ടിയിട്ടുള്ളൂ, കുറച്ച്, വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇല്ലേ, ടെറസിൽ പോയി നോക്കാം കേട്ടോ, അവിടെ പുളി ഉണ്ടോയെന്ന്. വീണുണ്ടോയെന്നല്ല, മേലെ ഒത്തിരി ഉണ്ടായിട്ടുണ്ടോയെന്ന് കേട്ടോ. ഇതാ ഞങ്ങളെ പുളിമരം കണ്ടില്ലേ, ടെറസിൽ നിന്നാൽ ശരിക്കും കാണാം. ഇതെന്താ സാധനം? ടെറസിൽ വന്നപ്പോൾ ഇതാ ഇവിടെ എന്തോ മത്തങ്ങയാണോ, മത്തൻ്റെ പൂ ഇതിനും വലുതല്ലേ, എന്തുട്ടാന്നറിയില്ല. ഉമ്മിച്ചി നട്ടതായിരിക്കും. ഇതൊക്കെ ഉമ്മിച്ചിയുടെ ഇതാണ്. നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിനില്ലേ കുറേ കൊമ്പും ചില്ലൊക്കെ വന്നിട്ടാ ഗൈസ്, കണ്ടോ? ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് ലൈറ്റ് അടിച്ചിട്ട്. ഇതാണ് നമ്മളെ ടെറസിൽ നിന്നിട്ടുള്ള നമ്മളെ പുളിയുടെ വ്യൂ. ഇതിവിടെയൊക്കെ പൂവിടുന്നുണ്ട് കേട്ടോ, കണ്ടോ? പൂവിടുന്നുണ്ട്, ആയിട്ടില്ല. ശരിക്കും ഉണ്ടായി നിൽക്കുന്ന കണ്ട, ഇതാണ് നമ്മളെ പുളി. താഴെ നിന്ന് ശരിക്കും അങ്ങനെ ക്ലിയറിൽ കിട്ടിയില്ല. ഇതാണ് നമ്മളെ പുളി. ഭയങ്കര ഇഷ്ടമായിട്ടോ അത്. വെയില്ല കേട്ടോ, ഇല്ലേ, നമ്മളെ മാവിൽ ഇപ്രാവശ്യം കുറേ മാങ്ങൊക്കെ ഉണ്ടായി. ഈ സൈഡിലുള്ളതൊക്കെ നമ്മൾ പൊട്ടിച്ച്, ഇനി മേലെ കുറേ നിൽക്കുന്നുണ്ട്, നമുക്കിപ്പോൾ പൊട്ടിക്കാം കേട്ടോ. പൊട്ടിക്കാനും വീഡിയോ എടുക്കാനും എനിക്ക് ഒരുമിച്ച് പറ്റില്ല, അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചിട്ട് കാട്ടിത്തരാം. അടുത്ത സൈഡിലത്തൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങ. പോയി പറക്കാം. മൂന്ന് മാങ്ങ എന്നെ കൊണ്ട് പൊട്ടിക്കാൻ പറ്റുള്ളൂ കേട്ടോ, അതും ഞാൻ കിതച്ച് ഗൈസ്, കിതച്ചൊരു വിധായി. നെല്ലിപ്പുളി നമുക്ക് ഇത്രേ കിട്ടിയുള്ളൂ. എന്താണ് ഒരെണ്ണം കൂടെ. ഇത്രയും പുളി കിട്ടി. മാങ്ങ ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട്, കാണാൻ പറ്റണില്ല അല്ലേ, പക്ഷെ പൊട്ടിക്കാൻ പറ്റണില്ല. പൊട്ടിക്കാൻ കുറച്ച് ടാസ്ക്കാണ്. അവിടെ ഉള്ളിലൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. ഒരെണ്ണം എന്താ കാക്ക കൊത്തിയിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ പഴുത്തിട്ട് നിൽക്കുന്നുണ്ട്, പൊട്ടിക്കാൻ പറ്റൂല. നമ്മളെ വീട്ടിലില്ലേ ഈ മാങ്ങ പുളി അതൊക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് എവിടേക്കും പോകാൻ വേണ്ട, ടേസ്റ്റ് ചെയ്ത് കഴിക്കുകയും ചെയ്യാം. ഇത് ഇല്ലേ പഴുപ്പായിട്ടുണ്ട് ഈ മാങ്ങ, മണം നോക്കുമ്പോൾ പറയാം. പഴുക്കാനായ മാങ്ങയാണ് ഞാൻ പൊട്ടിച്ചത്. മുറിച്ച് നോക്കിയിട്ട് അപ്പോൾ ഇത് അത്രയും പഴുപ്പായി വരുന്നുണ്ട് മാങ്ങ. നമ്മളപ്പോൾ തന്നെ ഇത് ഉപ്പും മുളകൊക്കെ ഇട്ട് ഗൈസ്. നെല്ലിപ്പുളി ഉണ്ട്, മാങ്ങ ഉണ്ട് കേട്ടോ. മാങ്ങ പിന്നെ എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നെയ്ച്ചോറ് ഉണ്ടാക്കലാണ് കേട്ടോ. ഞാൻ ഇന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മുമ്പ് ഒരു വട്ടം ഞാനും ഉമ്മച്ചും കൂടെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അത് ഫ്ലോപ്പായിപ്പോയി. 2 വട്ടം ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായിപ്പോയി. അപ്പോൾ ഇത്തവണ എന്തായാലും ഞാൻ ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. ഉമ്മിച്ചില്ല, ഞാൻ ഒറ്റക്കാട്ടാ ചെയ്യണത്. അപ്പോൾ ഉമ്മിച്ചെടുത്ത് ഞാൻ പറഞ്ഞുണ്ടാക്കുന്നു. അപ്പോൾ ഉമ്മിച്ച് പറഞ്ഞ് കേടാക്കണ്ടാന്ന്. അപ്പോൾ ഇത് നമ്മളെ കറുക്കപ്പെട്ട ഗ്രാമ്പൂ അങ്ങനത്തെ സാധനങ്ങൾ, നെയ്ച്ചോറിക്ക് വേണ്ട സാധനങ്ങൾ, പിന്നെ സവോള നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഏകദേശം വിവരം അനുസരിച്ച് ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ശരിയായാൽ മതിയായിരുന്നു ഗൈസ്. അപ്പോൾ ഇതിൽ കുറച്ച് സവോള എടുത്തിട്ട് നമുക്കൊന്ന് വറുക്കാം. അതിന് മുമ്പായിട്ട് നമ്മളെ അരി ഉണ്ടല്ലോ, നമ്മളതിവിടെ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അരി ഇവിടെ കുതിർത്താൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ. ഗ്യാസ് കത്തിച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് സവോള ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മുരിച്ചെടുക്കണം. നല്ല ബ്രൗണിഷ് കളർ വരെ നമുക്കത് മുരിച്ചെടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ
നമ്മളെ സവോളൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഈ ഒരു പരുവാണ് നമുക്ക് സവോള വേണ്ടത്. ഈ പരുവത്തിൽ സവോള ആയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ചൂട് കുറച്ച് കുറഞ്ഞ്, അപ്പോൾ കുറച്ച് ചൂട് ഇങ്ങനെ ആക്കും. ലോ ഫ്ലെയിമിലൂടെ കിടന്നിട്ട് അത് ചൂടാവട്ടെ. അപ്പോൾ ഇവിടെ നമ്മളെ പാന് ചൂടാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കണം കേട്ടോ. അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിക്കണം. അപ്പോൾ നെയ്ച്ചോറെന്ന് പറഞ്ഞാൽ നെയ്യാണല്ലോ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടാവട്ടെ. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഇതിലോട്ട് ഒഴിക്കണം. നെയ്യിടാം. ഞാൻ തീ കൂട്ടിയാണ് വെച്ചത് ഗൈസ്. കുറച്ച് നെയ്യ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് മതിയേ. നെയ്യൊന്ന് ഇതായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് മതിയേ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാട്ടോ ചെയ്യണേ ഞാൻ. സവോള നല്ലപോലെ വഴറ്റിയെടുക്കാം. അരിയൊക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ ഇതാ സിമ്മിലിട്ടേക്കാണ് കേട്ടോ. എന്നിട്ട് നമ്മളതാ മൂടി വെച്ച് വേവിക്കുകയാണ്. എന്നിട്ട് 40 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കി. ഇതാ നമ്മളെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പോയി കുളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ മുല്ലപ്പൊക്കെ കോർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഇട്ടിട്ട് വെറുതെ പട്ടിഷോ മാത്രം കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ അകത്ത് കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല എന്നുള്ളത് എനിക്കറിയാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ തോന്നി, അതുകൊണ്ട് എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളെ ചാനൽ ഇഷ്ടപ്പെട്ടാലും എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ടാറ്റാ.